എന്താ പരിപാടി? ചെറിയൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നാളെ വൈകുന്നേരം 4 മണിയാവുന്ന സമയത്ത് ഞാനും ജാസ്മിനും കൂടി വരുന്നുണ്ട്. പാലക്കാട് ടൗണിലാണ്. ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, നാളെ ജൂലൈ 7 ഈവനിങ് സ്കൈ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ്. അപ്പോൾ എല്ലാവരും അവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു സോ മച്ച്. ഇത്രയും ഇതിലുള്ള ആൾക്കാർക്കുള്ള ഒരു മറുപടി ആയിട്ടാണോ നിങ്ങൾ ഇറങ്ങേണ്ടത് രണ്ടുപേരും കൂടി? മറുപടി എന്നൊന്നുമില്ല. നമുക്ക് ജീവിച്ചു പോകാനായിട്ടുള്ള അവസരങ്ങൾ ദൈവമായിട്ട് തരുന്ന സമയത്ത് നമ്മളത് വിട്ട് കളയില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. സന്തോഷമായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ് പരിപാടികൾ അധികം എടുക്കാതിരിക്കാനായിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ മലയാളികൾ മനസ്സിലാക്കുന്നത് വിചാരിക്കണം. ഇതിപ്പോ ഫസ്റ്റത്തെ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണ്. ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു, എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടി വരണത് പറഞ്ഞത്. ഫൈനലി ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമായിട്ട് വരുന്നൊരു ഫംഗ്ഷനാണ്. അത് പാലക്കാട്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഇപ്പൊ രണ്ടുപേരും കൂടി ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ വന്നാൽ മതി, പറഞ്ഞോട്ടോ. അല്ല അങ്ങനല്ല, നമ്മളിപ്പോ ഒരു മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഇപ്പൊ ഞാനും ജാസ്മിനും കൂടി പോകുന്നില്ല. ഇല്ല, എനിക്ക് പേടിയുള്ള ഒരു പരിപാടിയാണ് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ അങ്ങനെ ഭയങ്കര ആ കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഫസ്റ്റത്തെയാണ് ലൈഫിലെ എക്സ്പീരിയൻസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ബിഗ് ബോസിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ ഉള്ളിലായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രൈഡ് ഫംഗ്ഷൻ ആയാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ നാളെ ഒരു ഇനാഗ്രേഷനാണ്. ഓൾമോസ്റ്റ് ഒരു ഭയങ്കരമായ ഒരു ക്രൗഡിന്റെ ഇടയിലാക്കിയായിരിക്കും പോകുന്നത്. ആ ഒരു ക്രൗഡ് ഉണ്ടായാൽ മതി. അത് എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ ഇനോഗ്രേഷൻ ആരെങ്കിലും വരുമെന്നുള്ളതാണ്. പക്ഷെ ലെറ്റ്സ് ഹോപ്പ് എവറിഥിങ് ഗോസ് ഗുഡ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവം സഹായിച്ചെല്ലാം നന്നായിട്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടിയാണല്ലോ. അതായത് ഒരു ഇനോഗ്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഷോപ്പിന് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്നു. ഇതിപ്പം ഇപ്പോൾ ഇനാഗ്രേഷൻ കഴിയുമ്പോൾ ജാസ്മിൻ ഗബ്രി ഒരുമിച്ച് വരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പം അതിന് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ ഗബ്രി ആലോചിക്കുന്നുണ്ടോ ശരിക്കും? ഇപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യേകിച്ച് എന്താ ആലോചിക്കാനായിട്ട്? ഞങ്ങളിപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. ഞങ്ങളിപ്പോഴും നല്ല കമ്പനി, നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. നല്ല നല്ല പ്രോജക്റ്റുകളും ഓപ്പർച്യൂണിറ്റീസ് രണ്ടുപേർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ഇനാഗ്രേഷൻ പോകുന്നത് ട്രേഡ് മാർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗബ്രിയുടെ ഇത് ആദ്യത്തെയാണ്. ഞാൻ ട്രേഡ് മാർക്ക് നോക്കട്ടെ, കണ്ടുപിടിക്കാൻ പറ്റുമോ? ട്രേഡ് മാർക്ക് അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ ഒരു കാര്യം പറയാം, എന്റർടൈൻമെന്റ് വാല്യൂ ആണ് ബേസിക്കലി ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം. ഇപ്പോൾ ആളുകൾ എൻജോയ് ചെയ്യണം എന്താണ്, ആളുകൾ എന്റർടൈൻ ചെയ്യുന്നത് എന്താണ്, അതാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്ന സമയത്ത് അത് ഇഷ്ടമുള്ളവർ അതിനെ നല്ല രീതിയിൽ എടുക്കും, ഇഷ്ടമില്ലാത്തവർ അതിനോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. എവറിത്തിങ് ഇസ് ഷോ ബിസിനസ്, സോ ഇറ്റ്സ് ഫൈൻ. എനിക്ക് എന്തെങ്കിലും ട്രേഡ് മാർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ സജഷൻസ് പൊളിച്ചടക്കാം നമുക്ക്. നല്ല വിശേഷം. എൻ്റെ ഒരു പടം ഏകദേശം സംസാരമായിട്ടുണ്ട്. അത് ഒന്ന് ലോക്കായി വരണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഷൂട്ടൊക്കെ തുടങ്ങിയിട്ട് പറയാം. അതിന് മുമ്പ് ഇനി കൈ പോയാലും പിന്നെ ഇറങ്ങാനായിട്ടുള്ളൊരു പടം വരുന്നുണ്ട്. എൻ്റെ പത്നിപുരാണം എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം സബ്ജക്ട് റിലീസ് ചെയ്യാനുണ്ട്. അത് യൂട്യൂബിലൊക്കെ ആയിരിക്കും. എല്ലാരും മോൻ കാണിച്ചോടാ. ആ നീലക്കുയിൽ എന്തായിരുന്നു? മഞ്ഞ എടുക്ക് എല്ലാരും എടുക്ക്. അങ്ങനെ അപ്പൊ നാളെ കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.